ഡൽഹിയിൽ ഉഷ്ണതരംഗം രൂക്ഷമായി തുടരാൻ സാധ്യത. ഇന്ന് 46 ഡിഗ്രി കടന്നേക്കുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. അർജുൻ, ആളുകൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ചൂടാണല്ലോ ഈ 46 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ. ഡൽഹി അത്രയും ചൂടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഡൽഹിയിൽ പകൽ നേരങ്ങളിൽ പുറത്തിറങ്ങാൻ വളരെ പ്രയാസമുള്ള അവസ്ഥയിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഏകദേശം ഈ ഒരു ചൂടിലേക്ക്, ഈ ഒരു ഉയർന്ന താപനിലയിലേക്ക് എത്തിയിരുന്നു. ഇത് പക്ഷേ നേരത്തെ തന്നെ 46 ഡിഗ്രി സെൽഷ്യസ് കടക്കുകയാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാം. അതായത് മെയ് അവസാനം തന്നെ ജൂണിൽ ഉണ്ടാകുന്ന താപനില ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇന്നലെ 45.1 ഡിഗ്രി ആയിരുന്നു ഡൽഹിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില. അതും സഫ്ദർജംഗ് സ്റ്റേഷനിലായിരുന്നു. ഇന്ന് 46 ഡിഗ്രി കടക്കം എന്നുള്ളൊരു വിവരമാണ്. അതും സഫ്ദർജംഗ് സ്റ്റേഷനിലും അതുപോലെ തന്നെ റിഡ്ജ് പോലെയുള്ള ഈ ചൂട് എത്രയുണ്ട് എന്നുള്ള കാര്യം ഒരു അളവായി അത് പരിശോധിക്കുന്ന കേന്ദ്രങ്ങൾ നിരവധി ഡൽഹിയിലുണ്ട്. അത്തരത്തിൽ റിഡ്ജ് അതുപോലെ തന്നെ സഫ്ദർജംഗ് ഉൾപ്പെടെയുള്ള പരിശോധനാ കേന്ദ്രങ്ങളിൽ 46 മുകളിലേക്ക് ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ള വിലയിരുത്തലിലേക്കാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോയിരിക്കുന്നത്. മാത്രമല്ല, രാജ്യത്ത് ഇന്നലെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ബാന്ദ എന്ന് പറയുന്ന മേഖലയിൽ 48.2 ഡിഗ്രി സെൽഷ്യസ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ അടുത്ത 6 ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടുത്ത ഉഷ്ണതരംഗം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഉത്തർപ്രദേശിൽ അത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്രയും രൂക്ഷമാണ് ഉത്തരേന്ത്യയിൽ, ഏറ്റവും പ്രധാനമായിട്ടും ഡൽഹിയിലെയും ഉത്തർപ്രദേശിലെയും അവസ്ഥ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങൾ നേരിടാൻ വേണ്ടി ആശുപത്രികളെല്ലാം തന്നെ തയ്യാറെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളിലും ഹീറ്റ് വേവ് ക്ലിനിക്കുകൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആളുകൾക്ക് സൂര്യതാപം ഏൽക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഈ ഉഷ്ണതരംഗത്തെ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിലോ അതിൽ അടിയന്തരമായിട്ടുള്ള ചികിത്സാ സഹായം തേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ തയ്യാറാണ്. മുന്നോട്ടും ഈ ഒരു വിലയിരുത്തലുകൾ ഏത് തരത്തിലാണ് തയ്യാറെടുപ്പുകൾ വേണ്ടത് എന്നുള്ള കാര്യം ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ടായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് അടുത്ത ഒരു 6 ദിവസത്തേക്ക് ഡൽഹി പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് IMD ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.